നഗരസഭാ കൗൺസിലറുടെ വീട്ടിലെ മോഷണം മുതൽ വീട്ടിൽ നിന്ന് ലഭിച്ചു. കള്ളനെവിടെ? പോലീസ്. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് കൗൺസിലറുടെ വീട്ടിൽ നിന്നും 11 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ മോഷണം മുതൽ മുഴുവനായും വീട്ടിൽ നിന്ന് തന്നെ തിരികെ ലഭിച്ചു. മെയ് 24-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കും മെയ് 26-ാം തീയതി രാത്രി 9:30-ക്കുമിടയിലുള്ള സമയത്ത് കൗൺസിലറുടെ വീട്ടിലെ സ്റ്റീൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവന്റെ റെയിൽ ഗോൾഡ് മാല, 1 പവന്റെ സച്ചിൻ മോഡൽ മാല, 1.25 പവന്റെ സുന്ദരി മോഡൽ മാല, 2.5 ഗ്രാം തൂക്കം വരുന്ന കല്ലുവെച്ച കമ്മൽ എന്നിവയടക്കം 9 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി മെയ് 27-ാം തീയതി ഇരിങ്ങാല പോലീസിനെ അറിയിക്കുകയായിരുന്നു. മെയ് 25-ന് ഉച്ചയ്ക്ക് കുടുംബസമേതം പുറത്തുപോയി തിരികെ വന്നപ്പോൾ വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലും വാതിലും തുറന്നു കിടന്നിരുന്നെങ്കിലും അടയ്ക്കാൻ മറന്നുപോയതാകാമെന്ന് കരുതി വീട്ടുകാർ ആദ്യം സംശയിച്ചിരുന്നില്ല. പിന്നീട് 28-ാം തീയതി രാത്രി അലമാര തുറന്നു നോക്കിയപ്പോഴാണ് മോഷണവിവരം അറിഞ്ഞത് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അതീവ ഗൗരവത്തോടെയാണ് കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കൗൺസിലറുടെ വീട്ടിൽ CCTV ക്യാമറകൾ ഇല്ലായിരുന്നുവെങ്കിലും സമീപ പ്രദേശങ്ങളിലെയും റോഡുകളിലെയും നിരവധി CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘം പരിശോധിച്ചു. തുടർന്ന് ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു. തൃശൂർ റൂറൽ K9 സ്ക്വാഡിലെ ട്രാക്കർ നായ്ക്കളും പരിശോധനയ്ക്കായി കൗൺസിലറുടെ വീട്ടിലെത്തിച്ചിരുന്നു. മോഷണം നടന്ന വീട്ടിൽ സയന്റിഫിക് ഓഫീസർ പരിശോധന നടത്തുകയും വീടിന് പരിസരങ്ങളിൽ പോലീസ് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പോലീസിന്റെ അന്വേഷണം നടന്നുവരികയാണ് ശനിയാഴ്ച മോഷണം പോയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ലഭിച്ചെന്ന് പരാതിക്കാർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെത്തി അറിയിച്ചത്. കേസിൽ ഇരിങ്ങാലക്കുട പോലീസ് കൂടുതലായി അന്വേഷണം നടത്തി വരികയാണ്.